വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. MSC എൽസ A3 എന്ന ലൈബീരിയൻ കപ്പലാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ടയുടൻ കടലിലേക്ക് പതിക്കപ്പെട്ട കാർഗോകൾ ആണിപ്പോൾ ആശങ്കയായി മാറിയിരിക്കുന്നത്. കാർഗോകളിൽ വളരെ പ്രധാനപ്പെട്ട 2 വസ്തുക്കൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് എന്നുള്ളതാണ്, കടലിലേക്ക് എന്നുള്ളതാണ്. അതിൽ വെരി ലോ സൾഫർ ഫ്യുവൽ ഓയിലും മറൈൻ എഞ്ചിൻ ഓയിലും ആണ് ഇത്തരത്തിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്, വെള്ളത്തിൽ കലർന്നിരിക്കുന്നത് എന്ന ആശങ്ക കണക്കിലെടുത്തുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപാട് അറിയിപ്പുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട കപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 15 ജീവനക്കാരാണ് ഈ കപ്പലിൽ നിലവിൽ ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ബിനിലേക്ക് പോകുന്നു കൊച്ചിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ. ബിനിൽ, അപകടത്തിൽപ്പെട്ട കപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്, എങ്ങനെയാണ് ഈ അപകടം എന്ന അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? സ്ഥിരീകരണം എന്തെങ്കിലും വരുന്നുണ്ടോ? പ്രതീക്ഷയിൽ ഉച്ചയോടുകൂടിയാണ് ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടതെന്നതാണ് അല്പം മുമ്പ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 9 കപ്പൽ ജീവനക്കാരെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 15 കപ്പൽ ജീവനക്കാരെ കൂടി രക്ഷപ്പെടുത്താനുണ്ട് എന്നതാണ് ഔദ്യോഗികമായി കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നത്. ഇതിലിപ്പോൾ ഈ കപ്പലിലുള്ള ജീവനക്കാരുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ കപ്പലിന്റെ മാസ്റ്റർ റഷ്യനാണ്, അതായത് റഷ്യൻ പൗരനാണ് ഈ കപ്പലിന്റെ മാസ്റ്റർ ആയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ജീവനക്കാരും ഫിലിപ്പൈൻസിൽ നിന്നുള്ളവരാണ്. 20 പേർ ഫിലിപ്പൈൻസുകാരാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഉക്രൈനിൽ നിന്നുള്ള 2 പേരും ജോർജിയയിൽ നിന്നുള്ള ഒരാളും, അങ്ങനെ 24 പേരാണ് ഈ കപ്പലിലെ ജീവനക്കാരായിട്ടുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ 9 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. മറ്റ് 15 പേരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഈ 9 പേർ രക്ഷപ്പെടുത്തിയ 9 പേർ ആരൊക്കെ എന്നത് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അതിൽ ഒരു മർച്ചന്റ് ഷിപ്പിലേക്ക് ഈ 9 പേരെയും രക്ഷപ്പെടുത്തി എന്നതാണ് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നത്. അവരുടെ പേരുവിവരങ്ങളൊക്കെ വൈകാതെ തന്നെ പുറത്തേക്ക് വരും. ഇനി മറ്റ് 15 പേർ ആരൊക്കെ, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള 15 പേർ ആരൊക്കെ എന്നത് ഇനി വ്യക്തമാകാൻ ഇരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കപ്പലിൽ ഏതാണ്ട് 400ഓളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എത്ര കണ്ടെയ്നർ ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടത് MSC കമ്പനിയും കാർഗോ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനവും ഒക്കെയാണ്. ഇതിൽ എല്ലാ കണ്ടെയ്നറുകളിലും ചരക്കുണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതൊക്കെ കണ്ടെയ്നറുകളിലാണ് ചരക്കുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വൈകാതെ തന്നെ പുറത്തേക്ക് വരും. അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടത് ഈ MSC കപ്പൽ ഉടമകളായ MSCയും അതോടൊപ്പം തന്നെ ഈ കാർഗോ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനവുമാണ്. എന്തായാലും കൊച്ചി കേന്ദ്രീകരിച്ച് ഇത് സംബന്ധിച്ച കൂടുതൽ നടപടികൾ വിവിധ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. കൊച്ചിയിൽ അതിനുശേഷമുള്ള ഈ സബ്സ്റ്റൻസ്, കെമിക്കൽ സബ്സ്റ്റൻസിന്റെ അതടങ്ങിയിരിക്കുക അതിന്റെ കാർഗോയുടെ ഒഴുക്ക് സംബന്ധിച്ച് എന്തെങ്കിലും അറിയിപ്പുകൾ പുതുതായി ലഭ്യമാണോ? നേരത്തെ ചില സാധ്യതകളാണ് പറഞ്ഞു കേട്ടിരുന്നത്. അതിനുശേഷം ഇത്രയും നിമിഷങ്ങൾ പിന്നിടുകയാണ്. കാരണം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണ് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അതിനുശേഷം മറ്റെന്തെങ്കിലും അറിയിപ്പുകൾ ഈ മേഖല കേന്ദ്രീകരിച്ച് അവിടുത്തെ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടും ഈ തീരപ്രദേശങ്ങൾ കടന്നു പോകുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ചൊക്കെയുള്ള വ്യത്യസ്തമായ അറിയിപ്പുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ? പ്രതീഷ്, കേരള തീരത്ത് പൊതുവിൽ ഒരു ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് എന്നതാണ് അധികൃതർ പറയുന്നത്. കാരണം ഈ കാർഗോ എങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്തൊരു കാര്യമാണ്. നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിരുന്നത് വടക്കൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇത് ഒഴുകി വരാനുള്ള സാധ്യതയാണ്. അതിന് കപ്പലിലെ ഈ കടലിലെ ഒഴുക്കും അത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. പക്ഷെ ഇപ്പോൾ അത് പറയുന്നത് ഇത് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഒഴുകി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ പൊതുവിലൊരു ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശമാണ് വരുന്നത്. ഇത് മത്സ്യത്തൊഴിലാളികളുടെ അടക്കം ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കണ്ടെയ്നറുകളോ മറ്റെന്തെങ്കിലും ഈ ചരക്കുകളുമായി ബന്ധപ്പെട്ടതോ ടാങ്കുകളോ ഒക്കെ തന്നെ ഒഴുകി നടക്കുകയാണ് എങ്കിൽ ആ വിവരമാണ് അപ്പോൾ തന്നെ നമ്മുടെ കോസ്റ്റ് ഗാർഡിനെയും അതോടൊപ്പം തന്നെ തീര സംരക്ഷണ പോലീസിനെയും ഒക്കെ തന്നെ തീരദേശ പോലീസിനെയൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്യണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും വ്യാപകമായ ഒരു തെരച്ചിൽ കടൽ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. അത് ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു. ബിനിൽ അറിയിച്ച പ്രകാരമാണെങ്കിൽ കൊച്ചിയിലും ഇവരെ അപകടത്തിൽപ്പെട്ട കപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. തീരപ്രദേശമാകെ കനത്ത ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ഈ സന്ധ്യാസമയത്ത് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്.